SX ആണ് വേരിയന്റ്. കിലോമീറ്റർ വന്നിട്ട് 56,000 കിലോമീറ്റർ. പെട്രോൾ ഓണറാണ്. പെട്രോൾ അല്ലേ? ഓൾട്ടോ 800 2021 മോഡൽ ഓൾട്ടോ 800 LXi എക്സ്പ്രസ് ആട്ടോ. 2019 മോഡൽ. ഒരു വെറൈറ്റി കളർ അല്ലേ? അതെ, വെറൈറ്റി കളർ. ഗ്ലാൻസ് ആണ്. 2023 മോഡലാണ്. വി ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡലാണ്. ഇത് വന്നിട്ട് 49,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോപ്പുലർ ട്രൂ വാല്യൂവിലാണ്. അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കിള്ളിപ്പാടത്താണ്. അപ്പം അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാരുള്ള നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത് വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാർ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കൂടിയ കാറുണ്ട്, ടൈപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് 1800 തുടങ്ങാം. 1800 ഇത് 2000 മോഡലാണ്. 2000 മോഡൽ സ്റ്റാൻഡേർഡ് ആണ്. 29 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. കാർബേറ്റർ ആണ്. MBF അല്ല, കാർബേറ്റർ ടൈപ്പ് ആണ്. കാർബേറ്റർ ടൈപ്പ് ആണ്. പക്ഷേ വണ്ടി വൃത്തിയുണ്ടല്ലേ? 29 വരെ പേപ്പേഴ്സ് എല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. വൃത്തിയുണ്ട്. ചെറിയ ചെറിയ ബഡ്ജറ്റ് ഓടിച്ച് പഠിക്കാൻ പറ്റിയവർക്ക് പറ്റിയ വണ്ടി തന്നെയാണ്. ഓടിച്ച് പഠിക്കാനും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറുണ്ട്. ബോഡി വൃത്തിയുണ്ട് കേട്ടോ. ബോഡി വൃത്തിയുണ്ട്. കാർബേറ്റർ ആണെന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ഓക്കെ, 4 ടയറും കൊള്ളാം. 4 ടയറും കൊള്ളാം. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് വന്നിട്ട് 49,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എക്സ്പ്രസ് ആട്ടോ. 2019 മോഡൽ. ഒരു വെറൈറ്റി കളർ അല്ലേ? അതെ, വെറൈറ്റി കളർ. റയർ കളറാണ്. കൂടുതലും ഗ്രേ റെഡേ കണ്ടിട്ടുള്ളൂ. ബ്ലൂ ആദ്യമായിട്ടാണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാണാനൊന്നുമില്ല. ആണ് വേരിയന്റ്. വാറന്റി വരുന്നുണ്ട്. ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഓക്കെ, ഈ ഗ്ലാസ് ശരിയായി കൊടുക്കുമല്ലോ? ഓക്കെ, ടയർ കണ്ടീഷൻ തേയ്മാനം. ടയർ ഉണ്ട്, മാറേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട് അല്ലേ? അത്യാവശ്യം ഉണ്ട്. വേറെ സ്ക്രാച്ചോടെ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ക്ലീൻ വന്ന് കിടക്കുന്ന കണ്ടീഷനാണ് വണ്ടി. വേറെ നമ്മൾ ചെയ്തിട്ടില്ല. വാഷി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് 360 ആണ്. 3 രൂപയ്ക്ക് 320 നമുക്ക് ലോൺ കിട്ടും. 5 വർഷം വരെ കാലാവധിയും കിട്ടും. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിക്സഡ് ഒന്നുമല്ല. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത് ഓൾട്ടോ 800. 2021 മോഡൽ ഓൾട്ടോ 800 LXi. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. 20,000 കിലോമീറ്റർ ഓടിയിട്ട് ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. വേറെ തട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി ഒക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. AC പോസ്റ്റും 2 ഡോർ പവർ ഉണ്ട് അല്ലേ? എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് ABS വരും. ഓക്കെ, ഇത് അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണോ? ഇത് വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഇത് 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 345 ആണ്. നമുക്ക് 3 ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 5 വർഷത്തിന്റെ തിരിച്ചതിന്റെ കാലം 5 വർഷം കിട്ടുകയും ചെയ്യും. പ്രൈസ് ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. മാറ്റി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വാഗണർ കേട്ടോ. വാഗണർ 2023 വണ്ടി. 24 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സർവീസ് കമ്പനി സർവീസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് വാറണ്ടി ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ടൈൽ ലാമ്പ് ക്രാക്കുള്ളൂ. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. 2029 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. തേയ്മാനമാണല്ലേ? 2029 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ, മാരുതി വാറണ്ടി. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ പോസ്റ്റ്, എയർ ബാഗ് ABS എല്ലാം വരുന്ന മോഡൽ തന്നെ. എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ എയർ ബാഗ് വരും. ഓക്കെ, അപ്പോൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 1 വർഷത്തെ വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് വരുന്ന വണ്ടിയാണ്. ഇത് പ്രൈസ് വന്നിട്ട് 5.15 ആണ്. 1.2 ആണോ? ഇത് 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. ഓക്കെ, 1 ലിറ്റർ ആകുമ്പോൾ മൈലേജ് എങ്ങനെ വരും ഇതിന്? സിറ്റി ഡ്രൈവിലൊക്കെ ഒരു 15, ലോങ് ഒരു 18. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന മൈലേജ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും മൈലേജ് കൂടുന്നതും കുറയുന്നതൊക്കെ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 5.15 ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 460 വരെ നമുക്ക് ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 7 വർഷത്തിന്റെ തിരിച്ചവന്റെ കാലാവധി വണ്ടിക്ക് കിട്ടും. അടുത്ത ഇഗ്നിസ് ആട്ടോ. 2022 മോഡൽ സീറ്റ് ആണ് വേരിയന്റ്. സീറ്റ സിംഗിൾ ഓണർ. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടിയിൽ വരുന്ന വണ്ടിയാണിത്. 1.2 ലിറ്റർ അല്ലേ? 1.2 വരുന്നു. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻഡ് ആണ്. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റീരിയോ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം അത് പുഷ്ടായിട്ട് കീല സെന്റർ എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാ ഓപ്ഷൻസും അല്ലേ? ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ സീറ്റ് ആണല്ലേ? ടോപ്പിന്റെ ആൽഫയാണ്. ഇത് സീറ്റ് ആണ് വേരിയന്റ്. പക്ഷേ അലോയ്സ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. അതെ. ഓക്കെ,
അപ്പോൾ ഇഗ്നിസ് 1.2 എങ്ങനെ 2022 മോഡൽ 29,800 ഓടിയിട്ടുള്ളത്. ഇത് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,15 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്ക് 5,60 വരെ നമുക്ക് ലോൺ അറേഞ്ച് കൊടുക്കാൻ പറ്റും. 5 വർഷത്തിന് തിരിച്ചറിയേണ്ട കാലാവധിയും കിട്ടും. പ്രൈസ് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ നെക്സ്റ്റ് ഹോണ്ട അമേസ് എങ്ങനെയാ 2016 മോഡലാണ്. സിംഗിൾ ഓണർ SX ആണ് വേരിയന്റ്. കിലോമീറ്റർ വന്നിട്ട് 56,000 കിലോമീറ്റർ. പെട്രോൾ ഓണറാണ്. പെട്രോൾ അല്ലേ? വേറെ തട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വണ്ടിയല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അലൈസ് കടീഷ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ എടുക്കുന്നുണ്ട്. 360 ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ കണ്ടീഷൻ നീറ്റാണോ? സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 360 ക്യാമറ സിസ്റ്റം വെച്ചിട്ടുണ്ടല്ലേ? ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി തന്നെയാണ്. സെമൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, പവറിൻ്റെ പോർഷനിങ് എല്ലാം വരുന്നുണ്ടല്ലേ? എയർ ബാഗ് എല്ലാം വരുന്നത്. SX അല്ലേ വേരിയന്റ് പറഞ്ഞത്? SX. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ തന്നെയാണ്. പിന്നെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 4,30 വരുന്നത്. വാറണ്ടി വരത്തില്ല. പക്ഷെ വണ്ടി പക്ക ജെന്യൂൻ ആണ്. വേറെ തട്ടമുട്ട കാര്യമൊന്നുമില്ല. ആ പഴയ ബമ്പറിന്റെ ഒരു മാത്രമേ പെയിന്റിംഗ് ഉള്ളൂ. അത് നമ്മൾ ചെയ്തു കൊടുക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ലോൺ കിട്ടും. നമുക്ക് 4 വർഷം വരെ തിരിച്ചറിയേണ്ട കാലാവധി കിട്ടും. നമുക്കൊരു 360 ലോണും കിട്ടും. ലോണും കിട്ടും. സ്വിഫ്റ്റ് ആണ്. ഡീസലാണ്. 2014 മോഡല്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പെയിന്റിംഗ് വർക്ക് ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. സ്ക്രാച്ചസ് ഉണ്ട്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. പെയിന്റ് വർക്ക് മാത്രമേ ഉള്ളൂ. ഇതിൽ വീഡിയോയാണ് വേരിയന്റ് വരുന്നത് അല്ലേ? ഈ പെയിന്റ് സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ 2014 സ്വിഫ്റ്റ് VDI ഡീസൽ വേരിയന്റ്. സിംഗിൾ ഓണർ 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതും നമുക്ക് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും. 3 വർഷം 3.5 വർഷം വരെ ലോണിന്റെ കാലാവധിയും കിട്ടും. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുമ്പോഴത്തേക്ക് 4,10 ആസ്ക് ചെയ്യുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അത് കുറയും. നെക്സ്റ്റ് സെലീരിയോ കേട്ടോ. മാനുവൽ ആണ്. 2017 മോഡല് 17 മോഡല് സെലീരിയോ VXI. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 59,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. ടയറൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻബിൾട്ട് സീറ്റ് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ഫോർഡ് പോർച്ച് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് പ്രൈസ് വന്നിട്ട് 3,45 ആസ്കിംഗ് പ്രൈസ്. ഇത് നമുക്ക് ലോൺ അറേഞ്ച് കൊടുക്കാൻ പറ്റും. 5 വർഷം വരെ കാലാവധി കിട്ടും. 3 രൂപയ്ക്ക് നമുക്ക് ലോണും അറേഞ്ച് കൊടുക്കാൻ പറ്റും. ഗ്ലാൻസ ആണ്. 2023 മോഡലാണ്. V ആണ് വേരിയന്റ്. V ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക്. അപ്പോൾ ഓട്ടോമാറ്റിക് ഗ്ലാൻസ മോഡൽ ഏതാ പറഞ്ഞത്? 2023. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ 51,000 കിലോമീറ്റർ. ഈ വേരിയന്റ് അല്ലേ? ടോപ്പ് എൻഡ് വെഹിക്കിൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. കൺട്രോൾസ് വരുന്നുണ്ട്. സെന്റർ എല്ലാം വരുന്നുണ്ട്. പറയാനില്ല. ഗ്ലാൻസർ ടോപ്പ് എൻഡ് വേരിയന്റ് അലോയ്സ് വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷനാണല്ലോ? കണ്ടീഷനാണ്. നമുക്ക് വാറണ്ടിയിൽ വരുന്ന വണ്ടിയാണ്. ടൊയോട്ടയുടെ വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വന്നിട്ട് 8,75 പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്കിത് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് 7 വർഷം സ്കീമിൽ തന്നെ ഈ വണ്ടിക്ക് ലോൺ അറേഞ്ച് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഓട്ടോ കേട്ടനായിട്ട് ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. 2016 മോഡലാണ്. സെക്കൻഡ് ഓണറാണിത്. കിലോമീറ്റർ വന്നിട്ട് 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് കമ്പനി സർവീസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ടയറാണ് കിടക്കുന്നത്. അതിന് കുഴപ്പമില്ല. മാറേണ്ട ആവശ്യമില്ല. ടയർ നല്ല കണ്ടീഷൻ ഉണ്ട്. അതെ. ഓട്ടോമാറ്റിക് AMD അല്ലേ? VXI ആണ്. AC പവർ സ്റ്റിയറിംഗ് പവറിന്റെ വരും. AMD അല്ലേ? അതെ, AMD. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സീറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്. അതായത് മൈലേജ് ഒരു 15 to 18 റേഞ്ച് പ്രതീക്ഷിക്കാം. ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് വന്നിട്ട് 3,60 ആണ്. 3,10 ഒക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. 5 വർഷം വരെ തിരിച്ചറിയേണ്ട കാലാവധി കിട്ടും. ഇത് വാറണ്ടി വരുന്നില്ല. പിന്നെ നമ്മൾ സർവീസിങ് അല്ലെങ്കിൽ ചെയ്തിട്ടായിരിക്കും വണ്ടി തരുന്നത്. ശരി.